ഹലോ പീപ്പിൾ, ദീപൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം പ്രമാണിച്ചുകൊണ്ടാണ് ബോളിവുഡിൽ നിന്നൊരു സിനിമ റിലീസിനെത്തിയത്. സിനിമയുടെ പേരാണ് സ്ത്രീ 2. വന്ന ഉടനെ തന്നെ സിനിമയ്ക്ക് ഹൈ പോസിറ്റീവ് റെസ്പോൺസാണ് കരസ്ഥമാക്കാൻ പറ്റിയിട്ടുള്ളത് ബോളിവുഡ് ഏരിയയിൽ നിന്ന്. അപ്പോൾ ഈ സിനിമയുടെ കാണാനുള്ള ഒന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഈ സിനിമ ഒരു ബോളിവുഡ് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സിനിമ കൂടെയാണ്. രൂഹി, ബേദിയ, മുജ എന്ന സിനിമകൾക്ക് ശേഷമാണ് സിനിമ റിലീസിന് എത്തിയത്. ഈ സിനിമകളെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സിനിമകൾ കാണാനുള്ള കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം കണ്ടൻറ്റും അത്യാവശ്യ ഗ്രാഫിക്സും അത്യാവശ്യ കോമഡിയുള്ള സിനിമ തന്നെയാണ് ഈ യൂണിവേഴ്സിൽ പെടുന്ന സിനിമകൾ ഞാൻ എല്ലാം കാണുന്നത്. അത് ഞാൻ ഫോളോ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ സ്ത്രീ 2 എന്ന് പറയുന്നത് സ്ത്രീ 2-ന് ഒരു റെക്കോർഡുണ്ട്. ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 50 കോടി രൂപയാണ്. ഈ സിനിമയുടെ റെക്കോർഡെന്ന് പറയുന്നത് ആദ്യത്തെ ഇന്ത്യൻ ഫീമെയിൽ ഓറിയൻറ്റഡ് ചിത്രം 74 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ഒരു റെക്കോർഡ് ഇപ്പോൾ ശ്രദ്ധ കപൂറിൻ്റെ പേരിലാണ്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഏകദേശം എറൗണ്ട് ഒരു 88 കോടി രൂപയ്ക്ക് കളക്ട് ചെയ്തിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് സിനിമ 100 കോടിക്ക് മേളിൽ പ്ലസ് ചെയ്ത് 100 കോടി ക്ലബ്ബിൽ കയറിയിട്ടുണ്ട്. 100 കോടിക്ക് മേളിലാണ് ഇപ്പോൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിനിമ എങ്ങനെ പോയാലും ഏകദേശം ഒരു 500-600 കോടി അടിക്കേണ്ട കൺഫേം എല്ലാം ഉണ്ട്. ചിലപ്പോൾ 1000 കോടിയും താണ്ടാം. അത്ര കൺഫേമുള്ള ഒരു പവറുള്ള സിനിമ തന്നെയാണ് സ്ത്രീ എന്ന് പറയുന്നത് ബോളിവുഡിൽ. എനിക്ക് ഈ സിനിമയെക്കുറിച്ച് തോന്നിയെന്ന് വെച്ചാൽ അത്യാവശ്യം കോമഡിയുള്ളൊരു സിനിമ തന്നെയാണ്. സിനിമയുടെ കഥയെന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീ എന്ന് പറയുന്ന സിനിമയുടെ കഥയെ തിരിച്ചിട്ടാൽ മതി. അവിടെ വിക്റ്റമാവുന്നത് ആണുങ്ങളാണെങ്കിൽ ഇവിടെ വിക്റ്റമാവുന്നത് സ്ത്രീകളാണ്. സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു തലയില്ലാത്തൊരു രാക്ഷസൻ, അതിനെതിരെ നമ്മൾ ആ കൂട്ടുകാരന്മാരും തിരിയുന്നു. സ്ത്രീ അതിനുവേണ്ടി പ്രതികരിക്കുന്ന കഥയൊക്കെയാണ് സിനിമയിലൂടെ പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. ഇതിൽ നല്ല വൃത്തി കോമഡി ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പിന്നെ ഈ ഏറ്റവും കൂടുതൽ കാണാനുള്ള കാരണം എന്ന് വെച്ചാൽ മറ്റേ ആ യൂണിവേഴ്സിലുള്ള ചില ആൾക്കാർ ഇതിലായിട്ട് വരുന്നുണ്ട്. കുറച്ച് ആൾക്കാർ ഞാൻ പ്രതീക്ഷിച്ച ആൾക്കാർ വരെ വരുന്നുണ്ട് ഇതിൽ. അപ്പോൾ അതൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ നല്ല ഒരു അത്യാവശ്യം ഡീസൻ്റായൊരു സിനിമയാണ് സ്ത്രീ എന്ന് പറയുന്നത്. കൊള്ളാം, അത്ര മോശമല്ല, അത്ര ഹെവി അല്ല എനിക്ക് കണ്ടിട്ട്. പക്ഷേ സിനിമ കണ്ടിരിക്കാൻ കൊള്ളാം, അതിന് ഗ്യാരൻ്റി ഉള്ള സിനിമയാണ്. 50 കോടി രൂപ ബഡ്ജറ്റിൽ ആ ഗ്രാഫിക്സ് എല്ലാം അടിപൊളി വന്നിട്ടുണ്ട്. കൊടുത്ത ബഡ്ജറ്റിനെ അവർ നല്ല യൂട്ടിലൈസ് ചെയ്ത് ഇറക്കിയിട്ടുള്ള സിനിമയാണ് സ്ത്രീ എന്ന് പറയുന്ന സിനിമ. സംവിധാനം ചെയ്തിരിക്കുന്ന അമർ കൗശിക് എന്നുള്ള സംവിധായകനാണ്. അദ്ദേഹം തന്നെയാണ് സ്ത്രീ യൂണിവേഴ്സെല്ലാം ക്രിയേറ്റ് ചെയ്തത്. അപ്പം സിനിമ അത്യാവശ്യം കൊള്ളാം, കണ്ടിരിക്കാൻ പറ്റിയ സംഭവങ്ങളെല്ലാം ഉണ്ട്. ഹൊറർ കോമഡിയാണ്, പക്ഷേ ഹൊററിനെ ഒരിക്കലും ഞാൻ അംഗീകരിക്കില്ല. കാരണം ഇത് ഹൊററല്ല, നല്ല കോമഡിയാണ്. അത്യാവശ്യം ഫാൻറ്റസി പോലത്തെ എന്തെങ്കിലും സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ല സിനിമയാണ് സ്ത്രീ 2 എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടവരാണെങ്കിലും കാണാത്തവരാണെങ്കിലും സിനിമ OTT ഇറങ്ങുമ്പോഴോ അതോ തിയേറ്ററിൽ ചെന്ന് ഇറങ്ങുമ്പോഴോ കണ്ടു നോക്കുക. നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എപ്പോഴായാലും മതി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് സ്ത്രീ 2-നെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട്.